ഹലോ നമസ്കാരം, എല്ലാവർക്കും അമ്മാളൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹെൽത്തി സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ബേക്കറീസൊക്കെ കുറവാണല്ലോ, അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അവൽ കൊണ്ട് ഒരു അവലുണ്ട എന്ന് പറയാം, അവലഡു എന്നും പറയാം, അവലുണ്ട. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടെന്ന് നോക്കാം. അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇവിടെ ഒരു ബൗൾ അവിലെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 അച്ച് ശർക്കര മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ഏലക്കായ 2 എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 6 ബദാം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബദാമിന് പകരം മുന്തിരി ആയാലും കുഴപ്പമില്ല. അതുപോലെ ഞാനിപ്പോൾ നെയ്യ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മിൽമയുടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ അവൽ ഒന്ന് വറുക്കാനായിട്ട് വെക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നമുക്ക് അവലിൻ്റെ ഒരു സ്മെല്ല് വരുന്നത്, അതാണ് അതിൻ്റെ ഒരു പാകം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല. നമുക്കൊരു അവലെടുത്ത് നോക്കുമ്പോൾ അതൊന്നിങ്ങനെ ക്രിസ്പി ആയാൽ മതി. അത്രയും നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ തേങ്ങ, അവൽ, ശർക്കര, ഏലക്കായ ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, നമ്മളിത് ഇങ്ങനെ തന്നെയാണ് അരച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അവലും ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. പിന്നെ ഞാൻ ബദാം ഒരു 2, 3, 4 കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതൊന്ന് ബോൾസാക്കി എടുക്കുകയാണ്. വളരെ എളുപ്പമാണ്. നമ്മൾ ആ നെയ്യ് ചേർത്തതുകൊണ്ട് ഒട്ടും കയ്യിൽ പിടിക്കില്ല. നന്നായിട്ടൊന്ന് നമുക്ക് എത്ര വലിയ ഉരുള വേണമെങ്കിൽ കുറച്ചും കൂടെ വലുതാക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ബദാം ഒന്നങ്ങനെ മുകളിലൊന്ന് അമർത്തി വയ്ക്കുക. അങ്ങനെ എല്ലാതും കൂടെ ഒന്ന് ബോൾസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അവലുണ്ട റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. നമ്മൾ ബേക്കറി ഐറ്റംസിനേക്കാളും നല്ലതാണ്. അപ്പോൾ ഇത് ഒരു 2, 3, 4 ദിവസമൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയാണെങ്കിൽ കേടാവാതിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.